ഹലോ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പം ഭയങ്കര വിഷമകരമായ ഒരു ദിവസമാണ് ഇന്ന്. നമ്മുടെ സന്ധ്യാമ്മ ഇന്ന് സൗദിക്ക് പോവുക. അപ്പോൾ എല്ലാവരും വളരെ സങ്കടത്തിലാണ്. സന്ധ്യാമ്മ ഇനിയും 2 വർഷം കഴിഞ്ഞ് ഇനിയും 2 വർഷം പോരാൻ പറ്റുമോ? അപ്പം ലച്ചുനെ പാറനെ വിട്ടിട്ട് സന്ധ്യാമ്മ പോവുക. ലച്ചുനെ പാറനെ വിട്ടില്ല, എന്നെ കൂടെ വിട്ടിട്ട് കേട്ടോ. ഞാൻ സന്തോഷത്തിനൊന്നുമല്ല, അലക്കാൻ ആരുമില്ലാതല്ല, ഞാൻ സന്തോഷത്തിനൊന്നുമല്ല. എന്താ വണ്ടികളെ ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി 8 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 4 മണിക്കൂർ യാത്രയുണ്ട് കൊച്ചിയിലേക്ക്. അമ്മയൊക്കെ റെഡിയാക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ലച്ചും പാറും ഒക്കെ മേളിലാണ്, സന്ധ്യമ്മയുടെ വീട്ടിലാണ്. ഇപ്പം അവിടെ ചെന്നിട്ട് അവിടെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോയിട്ട് സമയം ഒരുപാടായി. ഇവിടുന്ന് 4 മണിക്കൂർ യാത്ര ഉണ്ട് കൊച്ചി എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇപ്പം സമയം എത്രയായി? 1:30 ഇപ്പോൾ സമയം 1:30 ഒരു 1 മണിയായി. 2, 3, 4, 5 3 മണിക്കൂർ മുമ്പ് നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. 8 മണിക്കാണ് ഫ്ലൈറ്റ്. ആദ്യമായിട്ട് പോകുന്നതായതുകൊണ്ട് വെച്ചിട്ട് നേരത്തെ 3 മണിക്കൂർ മുമ്പ് ചേരണം. അപ്പോൾ ലച്ചും പാറും കൂടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്, തൊപ്പിയൊക്കെ വെച്ചിട്ട്. എല്ലാവരും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം ലച്ചും പാറൊക്കെ തൊപ്പിയൊക്കെ വെച്ചാൽ സുന്ദരി കുട്ടപ്പുകാരെ ഇരിപ്പുണ്ട്. പറഞ്ഞോ, എവിടെ പോടാ നമ്മള്? എവിടെയായാലും പാർക്കിൽ പോവാന്ന് ഓർത്താണ് ലച്ചും പാറ. ഉറങ്ങി തോന്നല്ലേ? ലച്ചെന്തേ ലച്ചെന്തോളൂ ഛർദിക്കാണല്ലോ. കവറുണ്ടോ? കവറാണോ? എവിടെ കവർ ഇപ്പം കേട്ടോ? കവർ ഛർദിക്കും. ഇവിടുത്തെ 3 മണിക്കൂർ യാത്ര ഉണ്ട് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക്. 8 മണിക്കാണ് ഫ്ലൈറ്റ്. നമുക്കൊരു 3 മണിക്കൂർ മുമ്പേ അവിടെ ചെല്ലേണ്ടതുണ്ട്. 5 മണിയാകുമ്പോൾ അവിടെ ചെല്ലും. അപ്പോൾ വണ്ടി ഓടിക്കുന്ന നമ്മുടെ ആത്മാർത്ഥ കൂട്ടുകാരൻ നമ്മുടെ അപ്പം എയർപോർട്ടോട്ട് ഉണ്ടെങ്കിൽ മച്ചാനെ വിളിച്ചാൽ മതി. നമ്മുടെ കൊച്ചി എയർപോർട്ടിലേക്ക് നമ്മൾ പന്തളത്തുനിന്ന് 2.5 മണിക്കൂർ എത്തിക്കും. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുക. കോട്ടയം പോലെ 3.5 മണിക്കൂർ എടുക്കും. കറക്റ്റ് ഇല്ലേ? 4 മണിക്കൂർ എടുക്കും.
അപ്പോൾ ഇത് നമ്മൾ കോട്ടയം വഴിയല്ല പോകുന്നത്, നമ്മൾ വേറെ റൂട്ടാണ് പോകുന്നത്. മല്ലപ്പള്ളി കയറിയാണ് പോകുന്നത്. മല്ലപ്പള്ളി വഴി. ഇതിപ്പോൾ സ്ഥലം വെണ്ണിക്കുളം. അപ്പോൾ ഇത് വെണ്ണിക്കുളമായി. വെണ്ണിക്കുളം എയർപോർട്ടിലെത്തി. എന്തുവാ വെള്ളം ഉണ്ടാക്കുന്നത്? ഛർദിച്ച് വെള്ളം വേണോ? 3 മണിക്കൂർ എടുത്തല്ലേ? ഇന്റർനാഷണൽ ഇന്റർനാഷണൽ കണക്റ്റഡ് അല്ലല്ലോ ഫ്ലൈറ്റ്? അല്ല, ഡയറക്റ്റ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. യാത്ര ചെയ്ത് ക്ഷീണിച്ചു പോയി. താഴെ ഡൊമസ്റ്റിക് അല്ലേ? താഴെ വരുന്നത് ആൾക്കാർ വരുന്നത് ഇന്റർനാഷണൽ വരുന്നത് താഴെ വരുന്നത് മേളിൽ പോകുന്നത് അത് ഡൊമസ്റ്റിക് ഇല്ല. കാണാം. എയർപോർട്ടിൽ എല്ലാം ഇറങ്ങി സാധനങ്ങളൊക്കെ ഇറങ്ങി റോഡ് കിട്ടുന്നു. ഞാൻ താഴെ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് D4 അവിടെ വരും. തൂണിന്റെ നമുക്ക് നീ D4 വരും അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ സാധനം എടുക്കണം. മേലെ സാധനം വെച്ചെടുക്കണം. വണ്ടി കൊണ്ടുപോവാ. വണ്ടി പാർക്ക് അവിടെ ട്രോളി എടുത്തോട്ടെ. ഞാനാ ട്രോളി എടുത്തോട്ടെ. ഏതാ? അപ്പോൾ ഞങ്ങൾ ഈ എയർപോർട്ടിലെത്തി. ഇനി സന്ധ്യ നമ്മളോട് കുറച്ച് നേരം കൂടെ ഉള്ളൂ. നോക്കടാ പോവാണ് സൗദിക്ക്. ലക്ഷ്യം പറഞ്ഞു എന്നെ കിട്ടുന്നത്. ഇനി 2 വർഷം 5-ാമത് ഞങ്ങളില്ല. ആരെന്നാ സന്തോഷത്തോടെ പോകും. അറിയാതെ സന്തോഷത്തോടെ പോകും. എത്രയ്ക്കല്ലേ അവരകത്ത് വരുന്നു?
ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് എന്തോ കാണാൻ പറ്റുമോ? കാണാൻ ഇമിഗ്രേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ക്ലാസ് ഉണ്ട്. അവിടെ കാണാൻ പറ്റുമോ? അത് അതേ വളർന്നാൽ മതി. ആ ക്ലാസ്സിലവിടെ ആ ലാസ്റ്റ് ക്ലാസ് ഇവിടെ നിൽക്കണ്ട, ഇങ്ങോട്ടേക്ക് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് അങ്ങ് അറ്റത്തെ ക്ലാസ്സിൻ്റെ പോയി കാണാൻ പറ്റും. എല്ലാം കഴിഞ്ഞിട്ട് വാ. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ മതി. അങ്ങ് അറ്റത്തെ ക്ലാസ്സിനാണ് വിളിക്കുന്നത്. ആ ഇപ്പോൾ സന്ധ്യാമ്മ നമ്മളെ വിട്ട് പോയി, സൗദിക്ക് പോയി. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. എന്തെങ്കിലും പോകല്ലേ പറ്റത്തുള്ളൂ. 2 വർഷം സന്ധ്യാമ്മ എൻ്റെയും പാർട്ടിലൂടെ ഇല്ല. ഞങ്ങൾ കാത്തിരിക്കുകയാണ് സന്ധ്യാമ്മയ്ക്ക് വേണ്ടി. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ ജോലിക്ക് തിരിച്ചു വരാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സന്ധ്യാമ്മ വിട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങളെല്ലാവരും പാറത്തന്നെ വെച്ചോണ്ട് ഒന്നും അറിയത്തില്ല. ഇവിടെ സന്ധ്യാമ്മ എവിടെ പരീക്ഷയ്ക്ക് പോയാന്ന് ഞാൻ പറഞ്ഞു. ആ സന്ധ്യാമ്മ പരീക്ഷയ്ക്ക് പോയതാണ്. ലിച്ചും പാറു പറയുന്നത്. അന്നേരം പാറത്തിന്റെ കാര്യത്തിൽ പോയത്. ആ പരീക്ഷ എഴുതാൻ പോയല്ലേ? സന്ധ്യാമ്മ പരീക്ഷ എഴുതാൻ പോയാണ്. അപ്പോൾ ഞങ്ങളിനിയും തിരിച്ചു പോവാണ്. സന്ധ്യാമ്മയുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ 4 മണിക്കൂർ യാത്രയാണ് എത്തിച്ചേരണമെങ്കിൽ. ഇങ്ങോട്ടേക്ക് വാ. അമ്മച്ചോട് പോയി മോനെ. അമ്മച്ചോട് പോയി പരീക്ഷയ്ക്ക് പോയോ? അപ്പോൾ ഞങ്ങൾ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇനി അടുത്ത സന്ധ്യാമ്മയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം പോകാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പ്രാർത്ഥിക്കുക സന്ധ്യാമ്മയ്ക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി. മന കാത്തോട് മണി കാത്തോട് 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 കാത്തോട്